അപ്പം ഇന്നലത്തെ പ്രോബ്ലം എല്ലാവരും ഹോംവർക്ക് ചെയ്തല്ലോ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. ആകെ 1-2 പേര് മാത്രമേ എന്നോട് ഡൗട്ട് ചോദിച്ചുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായെന്ന് തന്നെ കരുതുന്നു കേട്ടോ. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആ സെക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ജനറൽ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം, ടോപ്പിക്കിന്റെ ഹെഡിങ് ജനറൽ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം. ജനറലായിട്ട് നമ്മുടെ ഫോഴ്സിന്റെ എല്ലാം സോൾവ് ചെയ്ത് റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, അതൊക്കെയാണ് പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വായിച്ചു നോക്കുക. A dam is subjected to 3 forces: 50 kN force on the vertical face AB, 30 kN force on the downstream inclined face, and its own weight 120 kN. അങ്ങനെ 3 ഫോഴ്സ് ഉണ്ട്. ഡിറ്റർമിൻ ദ ഇക്വലന്റ് ഫോഴ്സ്, ഇക്വലന്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ലൊക്കേറ്റ്സ് ഇറ്റ്സ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് ദ ബേസ് AC. ബേസ് എ സിയുമായിട്ട് ഈ റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന ഇന്റർസെക്ഷനും ലൊക്കേറ്റ് ചെയ്യുക. അസ്യൂമിങ് ഓൾ ഫോഴ്സസ് ടു ബി ലൈൻ ദ സെയിം വേ. ഓക്കെ, കേട്ടേ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. ABC നമ്മൾ ഡാമിന്റെ 3 പോയിന്റ്സ് തന്നിരിക്കുന്നത്. ഇതിന്റെ ബേസ് എ സി തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ സൈഡ് AB തന്നിട്ടുണ്ട്. ഈ ഡാമിന്റെ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വെർട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു വെർട്ടിക്കലായിട്ടിരിക്കുന്ന സൈഡിനെയാണ് നമ്മൾ ഡാമിന്റെ അപ്സ്ട്രീം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന സൈഡാണ് ഡാമിന്റെ ഡൗൺ സ്ട്രീം. അത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ 50 kN തന്നിട്ടുണ്ട്. അത് താഴെ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു 120 kN സെൽഫ് വെയിറ്റ്, അത് ഈ വെർട്ടിക്കൽ സർഫസുമായിട്ട് 2 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ബേസിന്റെ ഫുൾ ലെങ്ത് 5 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു 30 kN 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഈ ഡൗൺ സ്ട്രീം സൈഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ഈ 30 kN ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ഈ പോയിന്റ് സിയുമായിട്ട് 1.5 മീറ്റർ ഡിസ്റ്റൻസിലാണ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് തന്നെയാണ് തന്നിരിക്കുന്നത്, മനസ്സിലാക്കി വെച്ചോണം. ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നെ ചെറിയൊരു സെറ്റപ്പ് ചെയ്യാം. ഈ 120 kN താഴോട്ട് ഇങ്ങനെ ആക്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇവിടെ 2 മീറ്റർ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 120 kN ഈ സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 3 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇങ്ങോട്ട് 2 മീറ്റർ തന്നിട്ടുണ്ട്, 2 മീറ്റർ ആണ്, ഇത് 3 മീറ്റർ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രവും. ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു വരയ്ക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ടും പിന്നെ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തു വരച്ചിട്ടേ പ്രോബ്ലം ചെയ്യാവുള്ളൂ. അല്ല ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വെച്ചേക്കരുത് കേട്ടോ. ഇത്ര സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എടുത്തു വരയ്ക്കാത്തത്. ഇങ്ങനെ തന്നെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം നേരത്തെ ചെയ്യുന്നത് എങ്ങനെയൊക്കെയായിരുന്നു? നമ്മൾ എന്തൊക്കെ ചെയ്യും ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ? സിഗ്മ FH = 0 ചെയ്യും, സിഗ്മ FE = 0 ചെയ്യും, സിഗ്മ M about any point = 0. ഇത് 3 നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഒരു മിനിറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ റിസൾട്ടന്റ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? റിസൾട്ടന്റ് R √, ഇത് 2 കണ്ടുപിടിച്ചാൽ സിഗ്മ FH² പ്ലസ് സിഗ്മ FE² ആയിരുന്നു. ഓർമ്മയുണ്ടല്ലോ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? tan θ സിഗ്മ FH ബൈ സിഗ്മ FE. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തതാണ് ഇതെല്ലാം. ഓർമ്മയുണ്ടല്ലോ? ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ നോട്ട്സ് റെഫർ ചെയ്യുക. അവിടെ നമ്മളെല്ലാം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്, തീറ്റ കണ്ടുപിടിക്കുന്നത്, പിന്നെ ഒരു വാരിഗൺസ് തിയറം നമ്മൾ ചെയ്തായിരുന്നു. അവിടെ നിന്ന് ഒരു സിഗ്മ MAയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. റിസൾട്ടന്റ് R × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് X എന്ന് വാരിഗൺസ് തിയറത്തിൽ പറയുന്നതായിരുന്നു. അപ്പൊ ഇത് 3 നിങ്ങൾ ഒന്നുകൂടെ ബാക്ക് പോയി ഫസ്റ്റ് മൊഡ്യൂളിന്റെ നോട്ട്സ് എടുത്ത് ഒന്നുകൂടെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും.
അതൊന്നുകൂടെ റെഫർ ചെയ്തിട്ട് ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണ് കണ്ട് പേടിക്കൊന്നും വേണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക, അതിനെ ലൊക്കേറ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടംപോലെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് റിസൾട്ടിന് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് അതിൽ ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിവലന്റ് കണ്ടീഷൻസിലെ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കുക തന്നെയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇതാണ് ഫിഗർ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫിഗറും സ്ക്രീനിലുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, സിഗ്മ എഫ് എച്ച് ആദ്യം കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തൊക്കെയാണ്? ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തൊക്കെയുണ്ട്? അവിടെ ഒരു 50 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ റൈറ്റും ലെഫ്റ്റും ഉണ്ട്. റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവും ലെഫ്റ്റിലോട്ടുള്ളത് നെഗറ്റീവും എടുത്താൽ റൈറ്റിലോട്ട് ഏതൊക്കെയുണ്ട്? ഒരു 50 കിലോ ന്യൂട്ടൺ റൈറ്റിലോട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണുള്ളത്? ഹൊറിസോണ്ടലായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ റിസോൾവിങ് ആണ്. ഇതിൻ്റെ റിസോൾവ് ചെയ്യണം. ഇവിടെ നമുക്ക് 30 കിലോ ന്യൂട്ടൺ ആണ് ആക്ട് ചെയ്യുന്നത്. 30 കിലോ ന്യൂട്ടൺ ഉണ്ട്. 30 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. കണ്ടല്ലോ, 30 കിലോ ന്യൂട്ടൺ ആണ്. അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പം ഇവിടെ എന്തായിരിക്കും? എവേ ആണ്. അപ്പം ഈ രണ്ട് കമ്പോണൻറ്റും എവേ ആയിരിക്കും. ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. ഇത് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ 30 കോസ് 30 ഡിഗ്രി തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെയോ 30 സൈൻ 30 ഡിഗ്രിയും വരും. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. അപ്പം സിഗ്മ എഫ് എച്ച് എന്തൊക്കെയാണ്? 50 കിലോ ന്യൂട്ടൺ ഉണ്ട്. പിന്നെ 30 കോസ് 30 ഓപ്പോസിറ്റ് ആണ്, -30 കോസ് 30 = 0 ആണ്. ഓക്കെ, അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. സോറി, നമുക്ക് 0 ആയിട്ട് എടുക്കണ്ട. കാരണം റിസൾട്ടിന് കണ്ടുപിടിക്കാൻ സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് ഇ ആണ് വേണ്ടത്. സിഗ്മ എഫ് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യും. സിഗ്മ എഫ് എച്ച് എന്ത് കിട്ടും? സിഗ്മ എഫ് എച്ച് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 24.02 കിലോ ന്യൂട്ടൺ കിട്ടും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് എച്ച് കണ്ടുപിടിച്ചു. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എല്ലാം എടുത്തു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ സെക്കൻഡ് സിഗ്മ എഫ് ഇ ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു 120 കിലോ ന്യൂട്ടൺ ഇതിന്റെ സെൽഫ് വെയിറ്റ് താഴോട്ടുണ്ട്. പിന്നെ ഇതിന്റെ എന്താണ് വെർട്ടിക്കൽ കമ്പോണന്റ് താഴോട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്വേർഡ് പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവും എടുത്തു കഴിഞ്ഞാൽ രണ്ടും നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് സിഗ്മ എഫ് ഇ എങ്ങനെ വിളിക്കും? സിഗ്മ എഫ് ഇ = -120 -30 സൈൻ 30 ഡിഗ്രി. therefore സിഗ്മ എഫ് ഇ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -135 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, സിഗ്മ എഫ് ഇയും കിട്ടി. രണ്ട് വെർട്ടിക്കൽ കമ്പോണന്റ് എടുത്തു, രണ്ടും താഴോട്ടാണ്, രണ്ടും നെഗറ്റീവ് സൈൻ. സിഗ്മ എഫ് ഇ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സിഗ്മ എഫ് ഇ താഴേക്കാണ് ആക്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? റിസൾട്ടന്റ് കണ്ടുപിടിക്കും. therefore റിസൾട്ടന്റ് R = ഈ ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ്? √σ FH² പ്ലസ് സിഗ്മ FE². √σ FH എന്താണ്? 24.02² പ്ലസ് സിഗ്മ FE -135². ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ R = 137.12 കിലോ ന്യൂട്ടൺ കിട്ടും. R = 137.12. നിങ്ങളത് സോൾവ് ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഇവിടുന്ന് തീറ്റ, അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കും. വി ഹാവ് തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? തീറ്റ =
ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് എച്ച് ബൈ സിഗ്മ എഫ് ഇ. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തതാണ്, പഠിച്ചതാണ്. ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞിരുന്നു ടാൻ തീറ്റ, അവിടെ നിന്നാണ് തീറ്റ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടാൻ ഇൻവേഴ്സ് എഫ് എച്ച് ബൈ എഫ് ഇന്ന് കിട്ടും. ഓക്കെ, theta is equal to tan inverse 135 divided by modulus ആണ് ഇവിടെ ഓർമ്മയുണ്ടല്ലോ. tan theta is equal to modulus ആണ്. പോസിറ്റീവ് മാത്രമേ വരത്തുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയാൽ മതി. ഞാനിത് മോഡുലസ് ഇടാൻ ഇപ്പം മറന്നു പോയതാണ്. മോഡുലസ് ആണ് ഇവിടെ വരുന്നത്, പോസിറ്റീവ് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് സിഗ്മ വി ബൈ സിഗ്മ എച്ച് ആണ്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, ഇവിടെ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് തിരുത്തിക്കോണേ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എപ്സിലോൺ വി ഡിവൈഡ് ബൈ എപ്സിലോൺ എച്ച് ആണ്. എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, നിങ്ങളത് കറക്റ്റ് ആയിക്കോണം കേട്ടോ. എപ്സിലോൺ വി ബൈ എപ്സിലോൺ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് പി ബൈ സിഗ്മ എഫ് എച്ച്. തിരുത്തിക്കോണേ, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് പി 135 ഉണ്ട്, സിഗ്മ എഫ് എച്ച് 24.02 ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 79.91 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ തീറ്റ 71.91 കിട്ടും. ഇനി അടുത്ത എന്താണ്? മൂന്നാമത്തത് സിഗ്മ എം എടുക്കണം. ഓക്കെ, മൊമെന്റ് അബൌട്ട് എനി പോയിന്റ്. നമ്മളിവിടെ നോക്ക്, നമ്മൾ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് സി ആണ് കൺസിഡർ ചെയ്യുന്നത്. മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് സി ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങോട്ടില്ല, കാരണം ഫിഗർ കാണുന്നതുകൊണ്ടാണ്. മൂന്നാമത്തത് സിഗ്മ എം അബൌട്ട് ദ പോയിന്റ് സി. അടുത്ത സിഗ്മ എം അബൌട്ട് ദ പോയിന്റ് സി, അതായത് മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് സി ആണ് എടുക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഫോഴ്സ് ഈ സിയിലോട്ട് ആക്ട് ചെയ്യണം? ആദ്യം ഇവിടെ ഒരു 50 ന്യൂട്ടൺ ഉണ്ട്. 50 കിലോ ന്യൂട്ടൺ ഈ സിയിലെ ഈ ബേസിലല്ലേ വരുന്നത്. ഈ ബേസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ. അപ്പോൾ 50 × 2 മനസ്സിലായല്ലോ. 50 ഇവിടെയാണ്, ഈ ബേസിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്, അതായത് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ 50 × 2 വരും. അതിന്റെ ആക്ഷൻ നോക്ക്. 50 ന്യൂട്ടൺ എങ്ങനെയാണ്? ക്ലോക്ക് വൈസിലാണ് ആക്ട് ചെയ്യുന്നത്. 50 ക്ലോക്ക് വൈസിലാണ് ആക്ട് ചെയ്യുന്നത് സിയിലോട്ട്. അപ്പം അത് പോസിറ്റീവ്. 50 × ഡിസ്റ്റൻസ് 2. അടുത്തത് എന്താണ്? 120 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഇവിടെ നോക്ക്, ഈ 120 കിലോ ന്യൂട്ടൺ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അത് പോയിന്റ് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ ചെയ്തിരുന്നതായിരുന്നു. 120 ഈ പോയിന്റ് സിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. ഇത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. കേട്ടോ, തിരിഞ്ഞാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അതിന്റെ സൈൻ നെഗറ്റീവ്. 120 × ഡിസ്റ്റൻസ് 3. പിന്നെ ഉള്ളത് ഈ 30 കിലോ ന്യൂട്ടൺ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന പ്രോബ്ലത്തിനൊക്കെ മൊമെന്റ് എടുത്ത് എങ്ങനെയാണ്? ഇന്നലെ ചെയ്ത ഹോംവർക്കിലാണെങ്കിലും നിങ്ങൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഇതിനെ റിസോൾവ് ചെയ്ത്, ഇങ്ങനെ രണ്ട് റിസോൾവ് ചെയ്ത് അതിന്റെ ഈ ലൈൻ ഓഫ് ആക്ഷൻ വരാത്ത ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഈ ഡയറക്റ്റ് തന്നിരിക്കുന്നത് ഈ ഇൻക്ലൈൻഡ് ഫോഴ്സും പോയിന്റ് സിയും തമ്മിലുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ നിങ്ങൾ ഇതിനെ റിസോൾവ് ചെയ്ത് അതിന്റെ കമ്പോണന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആൻസർ തെറ്റിപ്പോവും. ഇവിടെ ഡയറക്റ്റ് തന്നിരിക്കുന്നത് കൊണ്ട് ഈ 30 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ ഈ 30 ഈ സിയിലേക്ക് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതും -30 × ഈ ഡിസ്റ്റൻസ് 1.5 മീറ്റർ. ആയിട്ട് ഇതിനെ നിങ്ങൾ റിസോൾവ് ചെയ്യണം, സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 305 kN ആയിരിക്കും കിട്ടുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, നിങ്ങൾ കാൽക്കുലേറ്റർ തന്നെ സോൾവ് ചെയ്ത് നോക്കണം. ഓക്കെ, സിഗ്മ എം ഇതാണ് ഇക്വേഷൻ. സോൾവ് ചെയ്യുമ്പോൾ 305 kN കിട്ടും. ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്, -305 kN എന്നാണ് കിട്ടുന്നത് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലായി? സിഗ്മ എം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, സിഗ്മ എം നെഗറ്റീവ് ആണ്. ഇനി നമ്മൾ ഈ റിസൾട്ടന്റ് ഇവിടെ കണ്ടുപിടിച്ചായിരുന്നല്ലോ, റിസൾട്ടന്റ് ആർ. ഈ റിസൾട്ടന്റ് ആറിന്റെ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാനുണ്ട്. അതായത് ഏത് ക്വാഡ്രന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കായിരുന്നു. ഓർമ്മയുണ്ട്, 4 ക്വാഡ്രന്റിന്റെ പടം വരച്ചൊക്കെ നമ്മൾ ചെയ്തിരുന്നു, റിസൾട്ടന്റ് 4 രീതിയിൽ വരുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ റിസൾട്ടന്റ് നോക്ക്, സിഗ്മ എഫ് എച്ച് ഉണ്ട്. സിഗ്മ എഫ് എച്ച് എന്താണ്? പോസിറ്റീവ് ആണ്. സിഗ്മ എഫ് ഇ നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. സിഗ്മ എഫ് എച്ച് പോസിറ്റീവും, ഓക്കെ, സിഗ്മ എഫ് എച്ച് ഇസിക്കൽ 24.02ഉം സിഗ്മ എഫ് ഇ ഇസിക്കൽ ടു -135 ആണ്. അപ്പൊ സിഗ്മ എഫ് എച്ച് പോസിറ്റീവ്, സിഗ്മ എഫ് ഇ നെഗറ്റീവ് ആണ്. അപ്പം എച്ച് എങ്ങനെയാണ്? പോസിറ്റീവ് ഡയറക്ഷൻ ആണ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് പോസിറ്റീവ് ആണ്, പക്ഷെ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റോ നെഗറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. സിഗ്മ എഫ് എച്ച് ഇങ്ങനെയും, എഫ് എച്ച് എന്ന് പറഞ്ഞാൽ 24.02 കിട്ടിയായിരുന്നു. സിഗ്മ എഫ് ഇ നെഗറ്റീവ് ആണ് കിട്ടിയത്. സിഗ്മ എഫ് ഇ ഇസിക്കൽ ടു -135 kN ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ റിസൾട്ടന്റ് എവിടെയായിരിക്കും? എച്ച് പോസിറ്റീവും സിഗ്മ ബി നെഗറ്റീവും ആണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് 4th ക്വാഡ്രന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. റിസൾട്ടന്റ് ആർ 4th ക്വാഡ്രന്റിലായിരിക്കും. ഇത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. തീറ്റ കിട്ടിയത് 79.91 ഡിഗ്രി. റിസൾട്ടന്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. റിസൾട്ടന്റ് 4th ക്വാഡ്രന്റ് ആണ്, കാരണം എച്ച് പോസിറ്റീവും വി നെഗറ്റീവും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ വെരിഗോസ് തിയറം വെച്ചുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. വി ഹാവ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ സിഗ്മ എം ഇസ് ഇക്വൽ ടു റിസൾട്ടന്റ് ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ്. റിസൾട്ടന്റ് ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സിഗ്മ എം എത്ര കിട്ടി? 305. ഇവിടെ നമുക്ക് ഡയറക്ഷൻ എടുക്കണ്ട, നെഗറ്റീവ് എടുക്കണ്ട, 305 മാത്രം എടുത്താൽ മതി. 305 ഇസിക്വൽ ടു റിസൾട്ടന്റ് ആർ എത്രയായിരുന്നു കിട്ടിയത്? 137.12 കിട്ടി ഇൻറ്റു എക്സ്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഇസിക്വൽ ടു 305 ഡിവൈഡ് ബൈ 137.12. ദാറ്റ് ഈസ് ഇക്വൽ ടു 2.22 മീറ്ററിന് കിട്ടും. എക്സിന്റെ വാല്യൂ 2.22 മീറ്റർ. ഓക്കെ, ഇനിയിപ്പോ എക്സ് ആ പടത്തിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. കാരണം ക്വസ്റ്റ്യനിൽ ഇക്വലന്റ് കണ്ടുപിടിക്കുകയായിരുന്നു, എന്നിട്ട് ലൊക്കേറ്റ് ഹിസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് ബേസ് എ സി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മളെ പടം ഒന്നുകൂടെ വരയ്ക്കാം, ഡാമിന്റെ പടം. ഓക്കെ, ഇവിടെയൊക്കെ ഫോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഫോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഫോഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെയാണ് പോയിന്റ് സി. അപ്പൊ നമുക്ക് റിസൾട്ടന്റിന്റെ ലൊക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ വരെ ചെയ്യുമ്പോഴേ നമ്മൾ പ്രോബ്ലം സോൾവ് ആയി. നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എക്സ് വരെ കണ്ടുപിടിക്കുമ്പോഴേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പക്ഷെ അത്രയും പോരാ, ബാക്കിയൂടെ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡാം ഒന്നുകൂടെ വരച്ചു. ഇവിടെ 50 ഉണ്ട്, ഇവിടെ 30 kN ആക്ട് ചെയ്യുന്നു, ഇവിടെ 120 kN ഉണ്ട്. ഓക്കെ, എ ബി സി എന്നാണ്, അല്ല എ ബി സി ആണ് ഡാം. ഓക്കെ, ഇനിയും ഇതിന്റെ ലൊക്കേറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ഒരു അസ്യൂം ചെയ്യുക, ഈ റിസൾട്ടന്റ് ഏകദേശം ഇത്രയും ഡിസ്റ്റൻസ് മാറി ആണ് ആക്ട് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ റിസൾട്ടന്റെ ഡയറക്ഷൻ അറിയാമല്ലോ, ആർ ഇങ്ങനെ. ഈ പോയിന്റിലാണ് റിസൾട്ടന്റ് ആക്ട് എന്ന് വെച്ചോ. ഇനിയും ഈ പോയിന്റ് സിയും ഈ റിസൾട്ടന്റ് തമ്മിലുള്ള ഒരു പെർപെൻഡിക്കുലർ
വരച്ചാൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്ന ഈ എക്സ്. ഇത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചാണ്. വാരിഗേഴ്സ് തിയറം നിങ്ങൾ ഒന്നുകൂടെ നോക്കാം. വാരിഗേഴ്സ് തിയറം വെച്ച് പറയുന്നതാണിത്. ഇതാണ് റിസൾട്ടന്റ് ആറ്. റിസൾട്ടന്റ് ആറും സിയിൽ നിന്നും പെർപെൻഡിക്കുലർ ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണ് ഈ 2.22. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഫിഗറിൽ ഇതുകൂടെ വരച്ച് കാണിക്കണം. എന്നിട്ട് ഈ ആംഗിൾ ആണ് റിസൾട്ടന്റ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉണ്ട് 79.91. ഓക്കെ, ഇതിനെ നമ്മൾ ഡി ആയിട്ട് അസ്യൂം ചെയ്യുക. ഇത് ഫിഗർ വരച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലൊക്കേറ്റ് ദിസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിരുന്നു. ഇനിയും ഈ ഡി സി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സിയിൽ നിന്നും എത്ര പോയിന്റ് മാറിയാണ് ഡി എന്ന് പറയാൻ പറ്റുമല്ലോ. അതിനുവേണ്ടിയാണ്. അതിനുവേണ്ടി നോക്ക്, ഇവിടെ ഈ ആംഗിൾ ഉണ്ട്, ഈ രണ്ട് ആംഗിൾ ഉണ്ട്, 79.9 ഉണ്ട്, ഇത് 90 ഡിഗ്രിയാണ്, ഒരു സൈഡും ഉണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് കണ്ടുപിടിച്ചാൽ മതി. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, സൈൻ തീറ്റ എടുത്താൽ മതി. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അപ്പം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു opposite side 2.2 divided by hypotenuse DC കിട്ടും. Therefore DC is equal to 2.22 divided by sin 79.9. ഇതിനെ സോൾവ് ചെയ്താൽ ഈ പോയിന്റ് ഡി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യണം, സ്ഥലമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഡി സി എന്നുള്ള പോയിന്റ് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ വരെ ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിന്റെ ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ലൊക്കേറ്റ് പോയിന്റ് ഡി എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് ഡി മാത്രമേ വരച്ച് കാണിച്ചാൽ മതി. ഇത് നമ്മൾ റൈറ്റിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ ഡി ഇവിടെ എടുത്തതെന്ന്. ഇതെന്താണ് വലത്തോട്ട് മാറ്റി ഞാൻ എടുക്കാൻ എന്താണെന്ന് സംശയം തോന്നാം. അത് നോക്കിയാൽ എന്താണ് എടുക്കാഞ്ഞെന്ന്. നമുക്കിവിടെ മൊമെന്റ് കിട്ടിയിട്ടുണ്ട്. മൊമെന്റ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് മീൻസ് ഇത് ആക്ട് ചെയ്യുന്ന എന്താണ്, ഇതിന്റെ മീൻസ് എന്താ, 305 kN/m കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ്. ഇപ്പൊ നോക്കി, ഈ പോയിന്റ് സിയിൽ നിന്നും ഞാൻ റിസൾട്ടന്റ് ഇവിടെ എടുത്തെങ്കിൽ മാത്രമേ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഈ സിയിൽ നിന്നും പോയിന്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ റൈറ്റിലാണ് ഇത് എടുത്തു വെച്ചിരുന്നെങ്കിൽ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ അത് തെറ്റാണ്. കാരണം നമുക്ക് റിസൾട്ടന്റ് മൊമെന്റ് കിട്ടിയിരിക്കുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് വരുന്ന പോലെ നമുക്ക് റിസൾട്ടന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ സിയുടെ ലെഫ്റ്റിൽ തന്നെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം കിട്ടിയത് മനസ്സിലായല്ലോ. പ്രോബ്ലം നോക്കുക, സിമ്പിൾ ആണ്. FH കണ്ടുപിടിക്കുക, സിഗ്മ FE കണ്ടുപിടിക്കുക, റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, പിന്നെ തീറ്റ കണ്ടുപിടിക്കുക, ഏത് ക്വാഡ്രന്റിലാണ് റിസൾട്ടന്റ് എന്ന് കണ്ടുപിടിച്ച് ഈ ഫിഗർ വരയ്ക്കുക. പിന്നെ ചെയ്യേണ്ടത് മൊമെന്റ് സിഗ്മ M കണ്ടുപിടിക്കുക. എല്ലാം തന്നിട്ടുണ്ട്. ഇനിയും വാരിഗേഴ്സ് തിയറം വെച്ച് സിഗ്മ M = R×X ആണ്. അവിടെ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. എന്നിട്ട് ഈ പോയിന്റ് ഫിഗറിൽ കാണിച്ചു കൊടുക്കുക എവിടെയാണെന്ന്. എന്നിട്ട് ആ ഡി ലൊക്കേറ്റ് ചെയ്യുക, സൈൻ തീറ്റ എടുത്ത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക.